നവംബർ 22-നാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. 7 ദിവസം പിന്നിട്ടിട്ടും കമ്മീഷന് പ്രവർത്തനം തുടങ്ങാനായിട്ടില്ല. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ നമുക്കൊപ്പം ചേരുന്നു. സർ, ഇപ്പോൾ 7 ദിവസമാകുന്നു. ഇത്തരത്തിൽ 3 മാസത്തെ സമയപരിധിയും പറയുന്നു. ഇത്തരത്തിൽ കമ്മീഷന്റെ പ്രവർത്തനം നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും മുനമ്പം നിവാസികൾക്ക് അതൊരു ആശങ്കയുണ്ടാക്കില്ലേ? ഞാൻ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വൈകില്ല, ഉടനടി ഗവൺമെന്റ് ടേംസ് ഓഫ് റെഫറൻസ് അയച്ചുതരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഓരോ ദിവസത്തെ ഇതിന്റെ ഡിലേയെക്കുറിച്ച് മുനമ്പം നിവാസികൾക്ക് ആശങ്കയ്ക്ക് വകയില്ല. ഗവൺമെന്റ് നിജസ്ഥിതി നിലനിർത്തും, ആരെ ഒരു കാരണവശാലും ഒഴിപ്പിക്കില്ല, പുതിയ നടപടികളൊന്നും എടുക്കില്ല. വാക്കപ്പോൾ ഇനി നോട്ടീസ് പോലും തൽക്കാലം ഇഷ്യൂ ചെയ്യല ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണു. അപ്പം ചുരുക്കി പറഞ്ഞാൽ 1 ദിവസമോ 2 ദിവസമോ കമ്മീഷൻ റിപ്പോർട്ട് വൈകിയാൽ അതിലാരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചിട്ടുണ്ട്. യാതൊരു നടപടികളും ആർക്കെതിരെ നടപടി എടുക്കുകയോ ആരെ ഒഴിപ്പിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡേയ്സ് കൗണ്ട് ചെയ്ത് ഗവൺമെന്റിന്റെ കടലാസ് കിട്ടാൻ 2 ദിവസം വൈകിയെന്ന് പറഞ്ഞ് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കമ്മീഷന്റെ ഫോക്കസ് ഈ വർക്കിലായിരിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ കമ്മീഷന്റെ വർക്ക് തീരുന്നവരെ ഞാൻ വേറെ യാതൊരുന്നിലേക്കും ശ്രദ്ധ തിരിക്കുകയില്ല. ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു, കഴിയുന്ന നേരത്തെ ഞാൻ റിപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അത് മുനമ്പം നിവാസികളോടാണ്. ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെല്ലാവരും കമ്മീഷനോട് സഹകരിക്കണം. അതിന്റെ അടിസ്ഥാനപരമായിട്ട് അവർ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ വിശ്വാസം അർപ്പിക്കണം, കമ്മീഷനിൽ വിശ്വസിക്കണം. ഗവൺമെന്റിന്റെ ഉദ്ദേശം തന്നെ അവരെ ഏത് രീതിയിലെങ്കിലും സംരക്ഷിക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി കമ്മീഷന്റെ ഉദ്ദേശം, ഗവൺമെന്റിന്റെയും കമ്മീഷന്റെ ഉദ്ദേശം അവരെ സംരക്ഷിക്കാനാണെന്ന് മനസ്സിലാക്കിയാൽ അവർക്കൊരു സുരക്ഷ ഉറപ്പാക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് വിശ്വാസമാവും. ഈ ടേംസ് ഓഫ് റെഫറൻസ് സാധാരണഗതിയിൽ ഇത്രയും വളരെ കോൺട്രവേഴ്സിയുള്ള ഒരു വിഷയം, ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, പെട്ടെന്ന് തന്നെ ടേംസ് ഓഫ് റെഫറൻസ് വരുന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അതിങ്ങനെ വൈകുന്നതിൽ ഒരു ആശങ്ക മുനമ്പൻ നിവാസികൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. ഇല്ലില്ല, ഒരു ഗവൺമെന്റ് ഇതുപോലുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ടേംസ് ഓഫ് റെഫറൻസ്. കാരണം ഒരു കമ്മീഷനെ സംബന്ധിച്ചോളം, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചോളം കമ്മീഷൻ ടേംസ് ഓഫ് റെഫറൻസിനെ ആശ്രയിച്ചാണ് അതിന്റെ പ്രവർത്തനം നടത്തേണ്ടത്. അതായത് ടേംസ് ഓഫ് റെഫറൻസിനെ കൺഫൈൻ ചെയ്യണം കമ്മീഷന്റെ പ്രവർത്തനം. കമ്മീഷന്റെ റിപ്പോർട്ട് അതിലേക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം കോംപ്രിഹെൻസീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ സമഗ്രമായിട്ട് എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ടേംസ് ഓഫ് റെഫറൻസ് തരാൻ. അതുകൊണ്ട് ഗവൺമെന്റ് ചിലപ്പോൾ ഒരാഴ്ച ടൈം എടുക്കുമായിരിക്കും, അതിന് അപ്രൂവൽസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിലൊന്നും എനിക്കൊരു ആശങ്കയില്ല. അപ്പോൾ ഈ പരിഗണനാ വിഷയങ്ങൾ ചീഫ് സെക്രട്ടറി തീരുമാനിക്കുമെന്നും ഓഫീസും മറ്റ് സൌകര്യങ്ങളും ജില്ലാ കളക്ടർ ഒരുക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടോ സാറുമായി? അല്ല, ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞു. അതിപ്പോൾ ഗവൺമെന്റ് എന്റെ ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജില്ലാ കളക്ടറോട് ക്വസ്റ്റ്യൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് കഴിയുന്ന നേരത്തെ നമുക്കൊരു ഓഫീസ് കമ്മീഷൻ അറേഞ്ച് ചെയ്യണം. കാര്യം മുനമ്പത്തിന്റെ വർക്ക് എറണാകുളത്ത് തന്നെ ചെയ്യണം, അവരുടെ സൗകര്യാർത്ഥം. അതുകൊണ്ട് കളക്ടർ അതിനുള്ള എല്ലാ സഹകരണവും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓഫീസ് മുനമ്പത്ത് തന്നെ ആയിരിക്കും പ്രവർത്തിക്കുക. അല്ല, മുനമ്പത്ത് ഓഫീസിന്റെ ആവശ്യമില്ലല്ലോ. മുനമ്പത്ത് പോകേണ്ടി വന്നാൽ പോകണം, അവിടുത്തെ എന്തെങ്കിലും ഇൻസ്പെക്ഷനോ അവിടെ പോയി ആരെങ്കിലും സംസാരിക്കണം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതിന് പക്ഷേ മുനമ്പത്തൊരു ഓഫീസ് അറേഞ്ച് ചെയ്യാനോ കമ്മീഷൻ എന്നും മുനമ്പത്ത് പോകാനോ കമ്മീഷൻ ഓഫീസ് മുനമ്പത്ത് നിലനിർത്താനോ ഗവൺമെന്റ് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാനൊരു സൗകര്യപ്രദമായ ഒരു ഓഫീസ് വേണമെന്ന് മാത്രമേ കളക്ടറോട് പറഞ്ഞിട്ടുള്ളൂ. അത് സംബന്ധിച്ച് അദ്ദേഹം നൽകിയ മറുപടി എന്താ? എപ്പോഴേക്കാകും ഓഫീസ്? അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? അല്ല, കളക്ടർ വളരെ വേഗം തന്നെ അതിനെക്കുറിച്ച് നടപടിയെടുക്കാം, കഴിയുന്ന നേരത്തെ കണ്ടുപിടിക്കാം. ഞാൻ കളക്ടറേറ്റിൽ തന്നെ കണ്ടുപിടിക്കാൻ ഒക്കെ ഒന്ന് ചോദിച്ചു. അദ്ദേഹം എല്ലാ നടപടികളും എടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ചുള്ള ഈ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിക്കുന്നതിൽ എന്തെങ്കിലും സാറുമായി ആലോചന നടത്തുകയോ അല്ലെങ്കിൽ അത് വൈകുമെന്ന് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, അതിന്റെ ആവശ്യമില്ല. ടേംസ് ഓഫ് റെഫറൻസിന് ഗവൺമെന്റ് കമ്മീഷനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കമ്മീഷനോട് ചോദിക്കേണ്ടത് തെറ്റുണ്ടോന്ന് എനിക്കറിയില്ല. കമ്മീഷനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ടേംസ് ഓഫ് റെഫറൻസ് എന്തെല്ലാം കാര്യങ്ങളിലാണ്, ഗവൺമെന്റ് ആണല്ലോ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഗവൺമെന്റിൽ എന്തെല്ലാം ടേംസിലാണ് റെഫറൻസ്, അതായത് കമ്മീഷന്റെ ഉപദേശം വേണ്ടത്,
കമ്മീഷൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണേ. അപ്പോൾ ഗവൺമെന്റ് അതിന്റെ ടേംസ് പ്രിസ്ക്രൈബ് ചെയ്യായിരിക്കും നല്ലത്. കമ്മീഷനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 ഡസനോളം ജുഡീഷ്യൽ കമ്മീഷനായി പ്രവർത്തിച്ച ആളാണ് അങ്ങ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി സങ്കീർണമാണല്ലോ. അപ്പോൾ ഈ സമയപരിധിയിൽ ഒരു ആശങ്ക നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർക്കാരിനോട് സൂചിപ്പിച്ചോ? ഇല്ല, ഒന്നും സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. 3 മാസം സമയം തന്നിട്ടുണ്ട്. 3 മാസത്തെ പ്രവർത്തന ശേഷം റിപ്പോർട്ട് കൊടുക്കാൻ ഒക്കുന്നില്ലെങ്കിൽ മാത്രം കമ്മീഷൻ ഗവൺമെന്റിനോട് ചോദിച്ചാൽ മതി സമയം. ഇപ്പം 3 മാസം റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും സഹകരിച്ചാൽ 3 മാസം റിപ്പോർട്ട് കൊടുക്കാമെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഗവൺമെന്റിനോട് പറഞ്ഞാൽ മതിയില്ല. ഇപ്പോഴേ ഞാൻ അതിൽ ആശങ്ക കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഞാൻ 3 മാസത്തിൽ എന്ത് ചെയ്തു എന്ന് വിട്ട് അത് കഴിഞ്ഞ് വേണം ഗവൺമെന്റിനോട് പറയാൻ 3 മാസത്തിന് ശേഷം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു മുനമ്പം നിവാസികൾക്ക് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കും വരെ തൽസ്ഥിതി തുടരും. അതിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ലല്ലോ അല്ലേ? അതാണ് ഞാൻ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് ഞാൻ വായിച്ച റിപ്പോർട്ട്, മീഡിയ റിപ്പോർട്ടിൽ നിന്ന് പറയുകയാണ്, ഗവൺമെന്റ് മറ്റേ വഖഫ് ബോർഡ് തുടങ്ങിയ നടപടികളിൽ പുതിയ നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പഴയ നോട്ടീസുകളിലെ നടപടികൾ തൽക്കാലം നിർത്തിവെക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ നിജസ്ഥിതി നിലനിർത്തിക്കൊണ്ട് എൻക്വയറി നടത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് വെറും 3 മാസം സമയം മാത്രം കമ്മീഷന് തന്നത്. അതായത് ദീർഘകാലത്തേക്ക് അങ്ങനെ ഇട്ടാക്കാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിന് തന്നെ അറിയാം. കാര്യം കോടതി വിധികൾ കേസുകളും എല്ലാം ഉണ്ട് കോടതിയിലുമൊക്കെ. അപ്പോൾ ഗവൺമെന്റ് അതിനകത്തൊരു 3 മാസം ഒരു റീസണബിൾ ടൈം ഒരു നടപടി എടുക്കില്ല, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഗവൺമെന്റിന്റെ കാട്ടും. അത് ഗവൺമെന്റിന് സാധിക്കുകയും ചെയ്യും. കാരണം ഏത് കോടതി വിധി പോലും നടപ്പാക്കണ ഗവൺമെന്റിന്റെ ഏജൻസിയുടെ സഹായം ഇല്ലാതെ ഗവൺമെന്റിന് സാധിക്കില്ല. അതുകൊണ്ട് ഗവൺമെന്റ് വിചാരിച്ചാൽ തീർച്ചയായിട്ടും 3 മാസം നിജസ്ഥിതി അതുപോലെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക സാധിക്കും അതിന്. അപ്പോൾ ആർക്കും അതിന് ഒരാശങ്കയും കാര്യമില്ല. കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലല്ലോ, ഈ നേരത്തെ തുടങ്ങണമായിരുന്നല്ലോ, അങ്ങനെയൊന്നും ആർക്കും ആശങ്കയ്ക്ക് വകയില്ല. എന്തായാലും 3 മാസത്തെ സമയപരിധിക്കുള്ളിൽ നിന്ന് തന്നെ ജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കാനായാൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.